കോട്ടയം കാണക്കാരിയിൽ ഭാര്യയെ കൊന്ന് കൊക്കയിൽ തള്ളിയ പ്രതി സാം കെ ജോർജ് മുമ്പും അവരെ ക്രൂരപീഡനത്തിനിരയാക്കിയിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചു. ജിദ്ദയിൽ വെച്ച് ഭാര്യ ജെസ്സിയെ സാം ക്രൂരമായി മർദ്ദിച്ചിരുന്നെന്ന് മക്കളാണ് മൊഴി നൽകിയത്. സാമിന്റെ പരസ്ത്രീ ബന്ധം ചോദ്യം ചെയ്തതാണ് അന്നും മർദ്ദനത്തിന് കാരണമായത്. കൊലപാതകത്തിന് പിന്നാലെ സാം ബംഗളൂരുവിലെത്തിയത് ഒരു ഇറാനിയൻ യുവതിക്കൊപ്പമാണെന്നും പോലീസ് വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ജനുവരിയിൽ ഇവരെ ടെഹ്റാനിൽ പോയി കേരളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതും ഇയാൾ തന്നെയാണെന്ന് പോലീസ് പറഞ്ഞു. ഭാര്യയെ കൊന്ന മൃതദേഹം കൊക്കയിൽ തള്ളിയ സാം കെ ജോർജിന് ഒട്ടേറെ വിദേശ വനിതകളുമായി ബന്ധമുള്ളതായാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത്. ബംഗളൂരുവിൽ നിന്ന് അറസ്റ്റിലാകുമ്പോൾ ഇയാൾക്കൊപ്പം ഒരു ഇറാനിയൻ യുവതിയുമുണ്ടായിരുന്നു. ഈ യുവതി പോലീസ് അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട്. കൊലപാതകം നടക്കുന്നതിന് മുൻപുള്ള ദിവസം യുവതിയുമായി സാം കാണാക്കാരി രത്നഗിരിയിലെ വീട്ടിലെത്തിയിരുന്നു. ഈ സമയത്ത് സാമും ജെസ്സിയും മലയാളത്തിൽ വഴക്കിട്ടിരുന്നതായും ഇറാനിയൻ യുവതി പോലീസിന് മൊഴി നൽകി. കഴിഞ്ഞ ജനുവരിയിൽ ഇവരെ ടെഹ്റാനിൽ പോയി കേരളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതും MG യൂണിവേഴ്സിറ്റിയിൽ യോഗ കോഴ്സിന് ചേരാൻ പറഞ്ഞതും സാമാണ്. ഇവിടെ പഠിക്കാൻ സ്കോളർഷിപ്പ് ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞാണ് ഇയാൾ യുവതിയുമായി സൗഹൃദത്തിലായതെന്നും അവിവാഹിതനെന്നാണ് യുവതിയോട് പറഞ്ഞിരുന്നതെന്നും പോലീസ് വ്യക്തമാക്കി. ആയിരത്തി 1994 ജെസ്സിയും സാമും ബംഗളൂരുവിൽ വിവാഹിതരായത്. ഏറെ നാൾ ഇരുവരും വിദേശത്തായിരുന്നു. പിന്നീട് നാട്ടിൽ തിരിച്ചെത്തി. സാമിന്റെ പരസ്ത്രീ ബന്ധത്തെ ചൊല്ലി ദമ്പതിമാർ തമ്മിൽ 15 വർഷത്തോളമായി അകൽച്ചയിലായിരുന്നു. കാണാക്കാരിയിലെ വീട്ടിൽ 2 നിലകളിലായാണ് ഇരുവരും താമസിച്ചിരുന്നത്. വീട്ടിൽ താമസിക്കുന്നതിനിടെ പല സ്ത്രീകളുമായും സാം ഇവിടെ എത്തിയിരുന്നു. ഇത് ജെസ്സി ചോദ്യം ചെയ്തതും പ്രതിയുടെ പകയ്ക്ക് കാരണമായെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. സാമിന്റെ ആദ്യ ബന്ധത്തിലെ കുട്ടിയടക്കം മക്കൾ 3 പേരെയും ജെസ്സിയാണ് വളർത്തിയത്. ജിദ്ദയിൽ താമസിക്കുമ്പോഴും ജെസ്സിയെ ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചിരുന്നുവെന്ന് മക്കൾ പറയുന്നു. പലപ്പോഴും കൈകൾ കൂട്ടിക്കെട്ടിയ ശേഷം മുറിയിലിട്ട് പൂട്ടുമായിരുന്നു. വർഷങ്ങളായി മക്കളുമായും അകൽച്ചയിലായിരുന്നു സാം. മക്കൾ വിളിച്ചാൽ പോലും ഫോൺ കട്ട് ചെയ്യുന്നതായിരുന്നു ഇയാളുടെ രീതി. സെപ്റ്റംബർ 26 കാണാക്കാരി സ്വദേശിനിയായ ജെസ്സിയെ ഭർത്താവ് സാം കെ ജോർജ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. തുടർന്ന് മൃതദേഹം കാറിന്റെ ഡിക്കിയിലാക്കി ഇടുക്കി ഉടുമ്പന്നൂരിലെ റോഡരികിലെ കൊക്കയിൽ തള്ളുകയായിരുന്നു. തുടർന്ന് വൈറ്റിലയിലെത്തിയ പ്രതി ഇറാനിയൻ യുവതിക്കൊപ്പം ബസ്സിൽ മൈസൂരു വഴി ബംഗളൂരുവിലെത്തി. ഇവിടെ വെച്ചാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. സാം കെ ജോർജിനെ കോടതി 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരുന്നു. ന്യൂസ് 18 കോട്ടയം.